പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്ത കാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മാത്രം അങ്ങേക്ക് നന്ദി പറയുന്നു. നിൻ്റെ കാരുണ്യം, നിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ ഓരോരുത്തരും യഥാർത്ഥ ക്രൈസ്തവരായി മാറണമെങ്കിൽ പ്രഘോഷകരും കൂടിയാകണം, യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരാകണം. യഥാർത്ഥ ക്രിസ്ത്യാനി പ്രേക്ഷിത ചൈതന്യമില്ലാത്തവനാണെങ്കിൽ യഥാർത്ഥ ക്രിസ്ത്യാനിയല്ലെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആത്മാവിനാൽ നയിക്കപ്പെടാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രൈസ്തവനും. അതുകൊണ്ട് വചനം പ്രഘോഷിക്കുമ്പോൾ പീഡനങ്ങളുണ്ടായാൽ ആ പീഡനങ്ങളെ അതിജീവിക്കാനുള്ള ശക്തിയും കരുത്തും ആത്മാവിനാൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നമ്മെ ഓരോരുത്തരെ ഓർമ്മിപ്പിക്കും. ഇന്ന് പ്രത്യേകമായും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ലഭിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കുടുംബത്തിൽ പോലും യേശുവിനെ സാക്ഷ്യം വഹിക്കുമ്പോൾ ഭിന്നതകളുണ്ടാകാം. ആ ഭിന്നതകളെല്ലാം അതിജീവിക്കുവാൻ കർത്താവേ, നീ കരുത്തും ശക്തിയും ഞങ്ങൾക്ക് നൽകണം. നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും അനുഭവിച്ചറിയും ഞങ്ങൾ ഓരോരുത്തരും നിന്നെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. നിൻ്റെ കൃപകളാൽ നിറഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ഈ ദിവസം നീ തന്ന എല്ലാ കൃപകൾക്കും നന്ദി പറയും. വിശുദ്ധരായ കൊച്ചു ത്രേസ്യയുടെ മാതാപിതാക്കളുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനം യഥാർത്ഥമായ പരിശുദ്ധിയിലും നീതിയിലും നിറഞ്ഞ് ജീവിക്കുവാൻ ഓരോ ദമ്പതിമാരെയും അനുഗ്രഹിക്കുക. സ്നേഹത്തിൻ്റെ നിറവായി മാറുന്ന പി മാർട്ടിനെയും സെലിയെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കും. അവരുടെ വിശുദ്ധി ഞങ്ങളുടെ ദമ്പതിമാർക്ക് നൽകി അനുഗ്രഹിക്കുകയും നല്ല കുടുംബങ്ങളെ വാർത്തെടുക്കുവാനും നല്ല വിശുദ്ധരായ മക്കളെ വാർത്തെടുക്കുവാനും കൃപ നൽകി അനുഗ്രഹിക്കണം. ഭിന്നതയിലും കലഹത്തിലും കഴിയുന്ന എല്ലാ ദമ്പതിമാരെയും അങ്ങേക്ക് തിരുമുമ്പിൽ സമർപ്പിക്കും. നിൻ്റെ കരുണ, നിൻ്റെ സ്നേഹം, നിൻ്റെ ചൈതന്യം നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. യൂതന്മാരുടെ രാജാവായ നസ്രേക്കാരൻ യേശുവെ, പെട്ടെന്നുള്ള മരണത്തെ അപകടങ്ങളെ കാത്തുകൊള്ളണമേ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് അങ്ങ് മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കും. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.